സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 14 വയസ്സുകാരനാണ് രോഗം കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സാനിയോ മനോമിയുണ്ട് വിവരങ്ങളുമായി. സാനിയോ, എപ്പോഴാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്? കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയുമ്പോൾ നേരത്തെ ആശുപത്രിയിൽ അഡ്മിറ്റായ കുട്ടിയാണ്. അതെ ബിനിൽ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. നേരത്തെ പള്ളിക്കരയിലെ കുളത്തിൽ കുളിച്ച കുട്ടിയാണിത്. നേരത്തെ ഈ കുളത്തിൽ കുളിച്ച മറ്റൊരു കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേ തുടർന്ന് സർക്കാർ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ആരോഗ്യവകുപ്പ്. അങ്ങനെ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് പെട്ടെന്ന് തന്നെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയതാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന 14-കാരൻ. അതുകൊണ്ട് ആദ്യമേ മുതൽ തന്നെ ചികിത്സ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയുന്നത്. ഈ 1.5 മാസത്തിനിടെ 3 കുട്ടികളാണ് ഇപ്പോൾ ഇങ്ങനെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം മരിച്ച കുഞ്ഞിനായി ജർമ്മനിയിൽ നിന്നും മരുന്ന് എത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മരുന്നടക്കം ഈ കുഞ്ഞിന് നൽകുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ആരോഗ്യസ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഗുരുതരാവസ്ഥയിലല്ല, വെന്റിലേറ്ററിലല്ല. അതുകൊണ്ട് ആ മരുന്ന് കൂടി നൽകിയാൽ ഈ അസുഖം പൂർണ്ണമായും ഭേദമാകാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ കാണാനാകുന്നത്. നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ വന്നതിനെ തുടർന്ന് ചികിത്സ ആരംഭിച്ചതുകൊണ്ടാണ് ഇത് ഗുരുതരമാകാതിരുന്നതെന്നും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ആരോഗ്യവകുപ്പ് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ക്ലോറിനേറ്റ് ചെയ്യാത്ത ജലാശയങ്ങളിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുകളിലോ അടക്കം ഇറങ്ങരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണം എന്നുള്ള നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. ഓക്കെ.